Good afternoon all. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 357/2025 ആണ്. നമുക്ക് മാക്സിമം സിവിൽ പോർഷൻസും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസും ആണ്. നമ്മൾ ഒരു ദിവസം മാരത്തോൺ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മാരത്തോണിൽ നിന്ന് 3 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോൾഡ് ബാച്ചിന് സ്പെഷ്യൽ നമ്മൾ റിവിഷൻ ക്ലാസ്സസിൽ കൊടുത്ത ക്വസ്റ്റ്യൻസും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ഓഫ് കോഴ്സ് അത് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അതാ ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് എപ്പോഴും പരിചയപ്പെടുത്തി തന്നെ നമ്മൾ എക്സാം ഹാളിലേക്ക് കടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു 1-2 ക്വസ്റ്റ്യൻ ആവട്ടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെ നമ്മൾ കണ്ട് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഇസ് വെരി ഹൈ. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. ഇനി വരുന്ന എക്സാംസിനും ഇതേ ഒരു മെത്തഡോളജി തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന മെത്തഡോളജി കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മാത്സ് ആണ്. Which one of the following statements are true about any n by n matrices A and B? നമുക്ക് മെട്രിക്സിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് വേർ എ ട്രാൻസ്പോസ് ഓഫ് എ നിങ്ങൾക്ക് അറിയാലോ. റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇൻവേഴ്സ്. Rank of A plus B is equal to rank A plus rank B. Rank of AB is equal to rank A into rank B. The usual product. ഇതിൽ 1 and 3, 1 and 2, 2 and 4, 2 and 3 ആണ് ചോദ്യം. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. 1ഉം 2 ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, these two statements are correct. ബാക്കി നമുക്ക് തെറ്റാണ്. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് സിംഗുലർ 3x3 matrix A has its trace sum of the diagonal entries 3/2 if it is also given that AU is equal to 1, 1, 2 and V is equal to 2, 2, 4 which are the possible eigenvalues of A. ഇതും ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ആൻസർ ഓപ്ഷൻ എ 1, 0, 1/2 ആണ്. The next question, what is the coefficient of x raised to 5 in the Taylor series expansion of 3x by 4 minus x square at 0? Option A 3/16, option B 0, option C 3/64, option D none of these. Answer vara option C 3/64 ആണ്. Then find the Laplace transform of cos square 2t. Option A 18/s cube plus 36s, option B s square plus 8/s cube plus 16s, option D C s/s cube plus 16s, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്. എസ് സ്ക്വയർ പ്ലസ് 8/s cube plus 16s ആണ് വരാം. ഓക്കെ, ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, the Laplace transforms of the solutions of a second order homogeneous linear differential equation with constant coefficients are given by 1/s minus 3 and 2/s plus 5. Find out its differential equation. അതായത് നമുക്ക് സൊല്യൂഷൻ തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ആൻസർ വരാം ഓപ്ഷൻ ബി ആണ്. ഡി സ്ക്വയർ വൈ, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് മൈനസ് 15y ഇസ് ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് പ്ലസ് 5x raised to 4y is equal to 2x e raised to minus x raised to 5s. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ സൊല്യൂഷൻ വരെ ഓപ്ഷൻ ഡി ആണ്. c plus x square e raised to minus x raised to 5. Okay, then next question, evaluate the complex integral 2c square minus c by c minus root 2 into root 2c minus 1 where c is a unit circle taken as unit circles modulus c equal to 1 taken in the counterclockwise sense. അപ്പോൾ നമുക്ക് ആൻസർ വരെ ഓപ്ഷൻ സി വരെ 4πi ആണ് വരെ. Okay, then 8th question, the complex function fc is equal to c square plus modulus of c square is. Option A analytic at origin, not analytic at origin and both its real and imaginary parts are not harmonic. Option C not analytic at origin but real part is harmonic. Option D not analytic at origin but imaginary part is harmonic. അപ്പം ഇതിന്റെ ആൻസർ വരെ നമുക്ക് ഓപ്ഷൻ ഡി ആണ്. നോട്ട് അനാലിറ്റിക് അറ്റ് ഓറിജിൻ ബട്ട് ഇമാജിനറി പാർട്ട് ഇസ് ഹാർമോണിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ടേം ഇൻ ദ ഫുറിയർ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ f of x is equal to sin square x in the interval 0x is. Option A 1/2, option B 1/4, option C 0, option D f of x is not expandable as cosine series. അപ്പം 9th question ആൻസർ വരെ ഓപ്ഷൻ എ 1/2 ആണ്. Okay, then coming to 10th question, which of the following is a scalar potential of the vector valued function f of xy is equal to x square minus 4xy I plus 2x square j. ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്കേലാർ പൊട്ടൻഷ്യൽ ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തിട്ടുള്ളതായിരിക്കും. സ്കേലാർ പൊട്ടൻഷ്യൽ ഡസ് നോട്ട് എക്സിറ്റ് ആണ് നമുക്ക് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരെ. ഓക്കെ, ഇനി കമ്മിങ് ടു സിവിൽ ക്വസ്റ്റ്യൻസ്. സിവിൽ ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് തോന്നിയത് അല്ലേ? എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യുക.
gypsum is added to cement to prevent. ഈ ക്വസ്റ്റൻ ഒന്ന് നിർത്തി വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. ജിപ്സം ഇസ് ആഡഡ് ടു സിമെന്റ് ടു പ്രിവെന്റ്. എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഫ്ലാഷ് സെറ്റ്, അതായത് നമുക്ക് ഡിലേ ചെയ്യുകയാണ് വേണ്ട. So answer is option C, flash setting ആണ്. Then according to IS 10262/2019, high strength conduit is a conduit that has characteristic compressive strength of. അതായത് നമ്മുടെ മിക്സ് ഡിസൈൻ്റെ കോഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരം ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയിൽ കൂടണം എന്നുള്ളതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ A 60 Newton per millimeter square and above. Option B 65. ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 75. ഓപ്ഷൻ എ 60 കിടക്കുന്നുണ്ട്. IS 456 പ്രകാരം നമുക്ക് പുതിയൊരു അമെൻമെന്റ് വന്ന് 65 തൊട്ടായിട്ടാണ് ഹൈ സ്ട്രെങ്ത് വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. 65 ആൻഡ് എബവ് ആണ്. Then retrofitting methods used in damaged RC structure after an earthquake is jacketing, shotcreting, external pre-stressing, all of the above. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി, all of the above ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാർ ഓഫ് ഡയമീറ്റർ 30 mm is subjected to. നമ്മുടെ ലൈവിൽ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. മോസിന്റെ ലൈവിലൊക്കെ നമ്മുടെ ഗോൾഡ് ബാച്ചിന്റെ ലൈവ് ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ മോസിന്റെ റെഗുലർ ലൈവ് ക്ലാസ്സിലും റിവിഷൻ സീരീസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാർ ഓഫ് ഡയമീറ്റർ 30, എനിക്ക് തോന്നുന്നു ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതെന്ന് തോന്നുന്നു. നമ്പർ പോലും വ്യത്യാസമില്ല. ബാർ ഓഫ് ഡയമീറ്റർ 30 mm is subjected to a tensile load such that the measured extension on a gauge length of 200 mm is 0.09 mm and the change in diameter is 0.0045 mm. Find the Poisson's ratio ആണ് ചോദിച്ചിരിക്കുന്നത്. Poisson's ratioന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. mu is equal to എന്താണ്? മൈനസ് lateral strain by longitudinal strain ആണ്. So change in diameter by original diameter divided by change in length by original length. Change in diameter തന്നിട്ടുണ്ട് 0.0045. ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 30 mm ആണെന്ന് ഗിവൺ ആണ്. Then change in length is 0.009 and original length is 200 mm. When you substitute the value, you will get option D 1/3.33 എന്നുള്ള ആൻസർ കിട്ടും. ഡയറക്റ്റ് ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൻഡില്, ഇതും നമ്മുടെ ബെൻഡിങ്ങിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഗോൾഡ് ബാച്ചിന്റെ ലൈവിൽ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. കാൻഡിലിവർ ബീം ഓഫ് സ്പാൻ 4 meter, വിത്ത് 0.3 meter ആൻഡ് ഇതിവിടെ ഡയമെൻഷൻ മാത്രം മീറ്ററിൽ തന്നിരിക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ MM ഇട്ടാണ് ചെയ്തത് ക്ലാസ്സിൽ. 0.3 meter ആൻഡ് 0.4 meter ഡെപ്ത് സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 12 kilonewton അറ്റ് ദ ഫ്രീ എൻഡ്. 4 meter ആണ് സ്പാൻ. നെഗ്ലക്ടിങ് സെൽഫ് വെയ്റ്റ്, ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അറ്റ് ദ ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡിലുള്ള മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് എൻഡിലുള്ള മൊമെന്റ് ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു M/I × Y ആണ്. M എന്ന് പറഞ്ഞാൽ മാക്സിമം മൊമെന്റ് ആണ്. 12 × 4 വരും ഫിക്സഡ് എൻഡിൽ. ദാറ്റ് ഇസ് 36 kilonewton meter ആണ്. ഇതിനെ ന്യൂട്ടൺ MM ആക്കാനായിട്ട് ഇൻറ്റു 10⁶ കൊടുക്കുക. ദെൻ I BDQ/12 ആണ്. MM മാറ്റണം. B നമുക്കിവിടെ 0.3 മീറ്ററും 0.4 മീറ്ററും ആണ്. അതായത് 300 ഉം 400 ഉം വരും. MM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Y എന്ന് പറഞ്ഞാൽ D/2, ദാറ്റ് ഇസ് 300/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ സി 6 Newton/mm². ഓപ്ഷൻ സി കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതും സ്ഥിരം നമ്മുടെ കഴിഞ്ഞ PCBAക്കും ഡിഫ്ലക്ഷന്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ലോഡ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബീമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചുമ്മാ ജസ്റ്റ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സെൻട്രൽ ലോഡ് UDL, അതിന്റെ ഡിഫ്ലക്ഷൻ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക കേട്ടോ. സ്പാൻ 5 meter ആൻഡ് ബ്രെഡ്ത്ത് 230 millimeter ആൻഡ് ഡെപ്ത് 400 mm is subjected to a concentrated load of 10. ഇതും നമ്മുടെ റിവിഷൻ സീരീസിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ PYQs, അതായത് കഴിഞ്ഞ നമ്മുടെ PCBയുടെ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ട്ലി നമ്മുടെ മാരത്തോൺ സീരീസ് നമ്മൾ ലൈവ് അല്ലാതെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. Concentrated load of 10 kilonewton at the midspan. Another identical beam carries UDL of 2 kilonewton/meter over the entire span. The ratio of maximum deflection of the beam A and B will be. Answer comment ചെയ്തേ ഓപ്ഷൻ A 8/5 എന്ന് വരും. Then next question, when the workability of concrete is very high, the preferred test for measurement of workability is. എന്താണ്? ഹൈ വർക്കബിലിറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്തെടുക്കുന്നത്. Next question, in RC design, the reinforcement bar in compression, the value of bond stresses for bar in tension may be increased by. നമ്മുടെ കോഡിനകത്ത് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് tau BD തന്നിട്ടുണ്ട്. tau BDയുടെ ടേബിളും പഠിച്ചു വെക്കണം. PWDAക്കൊക്കെ ഇതേ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം, പ്രോബ്ലം ആയിട്ട് വരാം.
അപ്പോൾ ഡിസൈൻ ബോണ്ട് സ്ട്രെസ് പ്ലെയിൻ ബാസ് ഇൻ ടെൻഷൻ ആണ് തന്നിരിക്കുന്നത്. അത് ഡീഫോംഡ് ബാസ് ആകുമ്പോൾ നമ്മുടെ ടൗ ബി ഡി വാല്യൂ 60%. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെൻഷനിലാണ് കോഡി തന്നിരിക്കുന്നത്, കംപ്രഷനിലാക്കുമ്പോൾ 25% ഇൻക്രീസ് ചെയ്യും. പുതിയ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. എപ്പോക്സി ബോണ്ടഡ് ആണെങ്കിൽ 0.8 ടൈംസ്, അതായത് 20% റിഡക്ഷൻ ആവുന്നുള്ള ഒരു അമെന്റ്മെന്റും കൂടെ ആഡ് ചെയ്ത് പഠിച്ചിരിക്കണം. ഈ 3 കേസസും ചോദിക്കാം. അപ്പൊ ഇവിടെ കംപ്രഷൻ ആണ് ആൻസർ. ഓപ്ഷൻ സി 25% ആണ് കറക്റ്റ് ആൻസർ. The next question, as per IS 800/2007, the design strength of tension member corresponding to gross section yielding is given by. ഡയറക്റ്റ് ഫോർമുലയാണ്. നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്, അതായത് FY ഇൻറ്റു AG, ഗ്രോസ് ഏരിയ ഡിവൈഡ് ബൈ ഗാമ M0 എന്ന് പറഞ്ഞ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറോട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ ആണ്. The class 10 bricks when tested after immersion in cold water for 24 hours, water absorption shall not exceed 20% ആണ്. നമ്മൾ എല്ലാ ക്ലാസ്സസിന്റെ വാട്ടർ അബ്സോർപ്ഷനും കംപ്രസീവ് സ്ട്രെങ്ത്തും പഠിച്ചു വെക്കണം. മാറി മാറി ഓവർസിയർ എക്സാംസിനും AE എക്സാംസിനും ചോദിക്കുന്ന സ്ഥിരം റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പുതിയ ക്വസ്റ്റ്യൻ ഒന്നും തന്നെ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ഒരു ഫോം ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ സ്റ്റീൽ DSSന്റെ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. ഗോൾഡ് ബാച്ചുകാർക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻ സ്റ്റീൽസ് ബീംസ് ലാറ്ററൽ ടെൻഷണൽ buckling occurs when beams have laterally unsupported tension flange, beams have laterally unsupported compression flange, beams have laterally supported compression and tension flange, none of these. ഇവിടെ lateral tensional buckling എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും അൺസപ്പോർട്ടഡ് ആയിരിക്കും ഉറപ്പാ. ഇനി നമുക്ക് laterally unsupported അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് അല്ല, സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്ന ടെൻഷൻ ഫ്ലാഞ്ചിലാണോ കംപ്രഷൻ ഫ്ലാഞ്ചിലാണോ എന്നൊരു ഡൗട്ട് ഇല്ലാത്തവർക്ക്, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ളവർക്ക് ഓപ്ഷൻ ബിയിലേക്ക് പോകാം. നമ്മുടെ ലൈവിൽ ക്ലിയർ ആയിട്ട് ഞാൻ പടം വെച്ച് കാണിച്ചു തന്നെയാണ്. നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? കംപ്രഷൻ ഫ്ലാഞ്ചിലാണ് നമ്മൾ ലാറ്ററൽ എന്ത് കൊടുക്കുന്നത്? ലാറ്ററലി സപ്പോർട്ട് കൊടുക്കുന്നത്. ലാറ്ററലി സപ്പോർട്ടഡ് ബീംസും അൺസപ്പോർട്ടഡ് ബീംസിന് വ്യത്യാസം 2 എണ്ണം വെച്ച് 2 ഐസെക്ഷൻസ് വെച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. സോ ആ ലൈവിൽ കയറിയ ഉദ്യോഗാർത്ഥികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഓപ്ഷൻ ബി എഴുതാനായിട്ട് പറ്റും. The next question, in a build-up compression member with double laced system, the lacing bars must be designed to. ഇതും നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ സ്റ്റീലിൽ കളയാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്സിയൽ ഫോഴ്സിന്റെ 2.5% ആണ്. ഓപ്ഷൻ എ 25% എടുക്കുന്നുണ്ടല്ലോ, എന്തായാലും 25 അല്ല എന്നറിയാം. സോ ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല ഓപ്ഷനകത്ത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഹാസ് എ പ്ലിന്ത് ഏരിയ ഓഫ് 200 meter square. Plinth area rate is ₹2,500 per meter square. Annual rent is 50,000. The rate of interest is 5% per annum. The capitalized value. ഇവിടെ capitalized value ചോദിച്ചിരിക്കുകയാണ്, പക്ഷെ നമുക്ക് പ്ലിന്ത് ഏരിയ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. സോ യുവർ ആൻസർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 10 lakh എന്ന് വരുന്നത്. ഓപ്ഷൻ സി. സ്ഥിരം നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, പക്ഷെ ഇത്തിരി ലെങ്തി ആയിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് ഡേറ്റാസും ആവശ്യമുള്ള ഡേറ്റാസും തന്നി കൺഫ്യൂസ്ഡ് ആക്കാൻ എക്സാമിനർ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ആൻ ആക്ടിവിറ്റി. ഇത് നമ്മുടെ CPM PERTന്റെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. PERT network with optimistic time 4 days, most likely time 6 days and pessimistic time 10 days. Expected time എങ്ങനെയാണ് കിട്ടുന്നത്? 4 plus 6 into 4 plus 10 divided by 6 വരും. So when you work out, you will get the answer as option B 6.33 വരും. ഡയറക്റ്റ് ഫോർമുലയാണ് എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കാനുള്ള. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ബേസിക് ലെവൽ ചോദ്യമാണ്. ടി ബീം ഇസ് ഫോം ബൈ എ ഫ്ലാഞ്ച്. പടം വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും Y ആക്സിസിന് സിമെട്രിക്കൽ ആണ്. സോ X ആക്സിസിൽ നിന്ന് മാത്രമേ നമുക്ക് സെന്ററോട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ ഇസ് ഫോം ബൈ എ ഫ്ലാഞ്ച് ഓഫ് 100/10 mm ആൻഡ് എ വെബ് ഓഫ് 10/100 mm. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ എന്താ ചെയ്യേണ്ടത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ബേസ് ഓഫ് ദ വെബ്. ഇവിടെ നിന്ന് എത്രയോ മാറിയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1, 2. എന്താണ് നമ്മുടെ Y ബാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? Y ബാർ ഇസ് ഈക്വൽ ടു A1Y1 പ്ലസ് A2Y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. Y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് ഫ്രം ദിസ് ആക്സിസ്. ഈ റെഫറൻസ് ആക്സിൽ നിന്ന് ഫസ്റ്റ് ഏരിയയുടെ സെൻട്രോയിഡ് 100 + 10 105 വരും. 10ന്റെ പകുതി 100, അതായത് ഇവിടെ അല്ലേ നമ്മുടെ കിടക്കാം. ഓക്കെ, സെക്കൻഡിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 100ന്റെ പകുതി 50 mm വരും. അപ്പം Y1 എന്ന് പറഞ്ഞാൽ നമുക്ക് 105ഉം Y2 എന്ന് പറഞ്ഞാൽ 50 കിട്ടും. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 റെക്ടാങ്കിൾസ് ആണ്. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക ഓപ്ഷൻ ഡി 77.5 mm എന്നാണ്.
Okay. The next question, the site length of 1000 meter is taken in differential leveling. Calculate the combined correction for curvature and refraction. ജസ്റ്റ് ഫോമുല പഠിച്ചു വെച്ച കെമിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കും ഈ ഒരു ക്വസ്റ്റൻ എഴുതാൻ പറ്റത്തില്ല. അത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ കമ്പൈൻഡ് കറക്ഷൻ ഇക്വേഷൻ -0.067. ഓപ്ഷൻ പോലും കൺഫ്യൂഷൻ ഇല്ല. മൈനസും പ്ലസും ഇട്ട് തന്ന് വേണമെങ്കിൽ കുഴപ്പിക്കായിരുന്നു. d² ആണ്. d കിലോമീറ്ററിലായിരിക്കണം. 1000 മീറ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി -0.067 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും നമ്മുടെ സർവേയിങ്ങിലെ റിവിഷനിൽ ഞാൻ നിങ്ങൾക്ക് ഓറലി ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതുമെന്ന്. അപ്പൊ 27C ആണ് നമ്മുടെ ആൻസർ. നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് റിക്വയർഡ് ഫോർ 3D പൊസിഷനിങ് ഇൻ GPS. ഓപ്ഷൻ സി 4 ആണ് ആൻസർ. Okay, next question, a small orifice is discharging under a constant head if the head is quadrupled. ഹെഡ് നമുക്ക് എന്താ 4 ടൈംസ് ആക്കുവാണ്, 4h ആക്കി മാറ്റുവാണ്. ദെൻ തിയറട്ടിക്കൽ ഡിസ്ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √h ആണ് വരിക. സോ 2h വരും. ആൻസർ ഇസ് ഡബിൾ. ഓപ്ഷൻ എ ഡബിൾ ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഇൻക്രീസസ് വിത്ത്. ഇവിടെ നമുക്ക് 2 ആൻസർ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഫഷണൽ ആൻസർക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പവറും ഉണ്ട് അതുപോലെ തന്നെ സ്പീഡും ഉണ്ട്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പിയും ഡിവൈഡ് ബൈ h⁻² വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഹെഡിന് ഡിക്രീസിങ് പറയാം. സോ 2 ഓപ്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ വിൽ വെയിറ്റ് ഫോർ ദ ഫൈനൽ ആൻസർ, പ്രൊഫഷണൽ ആൻസർക്ക്. Okay, then the area under a unit hydrograph represents, direct question ആണ്, unit runoff ആണ്. Then specific yield of an unconfined aquifer is always less than its porosity. Option B ആണ്. Next question, the void ratio for soil sample is 0.8 and specific gravity 2.7. What is the porosity? Specific gravity ആവശ്യമില്ല, നമുക്ക് porosity ആണ് ചോദിച്ചിരിക്കുന്നത്. What is the formula? E divided by 1 plus E ആണ്. 0.8 divided by 1.8 ആണ് ആൻസർ. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 0.44. ഓപ്ഷൻ ബി വരും ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞായിരുന്നു കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റിന്റെ ടൈം റിലേറ്റഡ് ഒരു ചോദ്യം നമ്മുടെ അനാലിസിസ് വീഡിയോസിനകത്തൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ജിയോ ടെക്നിക്കൽ വേറെ, ഇനിയിപ്പോൾ വാട്ടർ അതോറിറ്റി എക്സാം വരുന്നുണ്ട്, അവിടെയും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് 4 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ആ സമയത്തും പഠിക്കുന്നവരോട്, അതായത് കെമിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചസുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലൊരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. കൺസൾട്ടേഷന്റെ ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഇനി വരുന്ന PWD യിലും ഉണ്ടായിരിക്കും. എല്ലാ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പല ഫോമിൽ ചോദിക്കുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കെമിക്കലായിട്ട് ഇനി നമുക്ക് വാട്ടർ അതോറിറ്റി എക്സാം വരുമ്പോഴും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കാം. വാട്ടർ അതോറിറ്റി യുടെ സ്പെഷ്യൽ ബാച്ച് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പൊ കോഴ്സസ് നമ്മൾ ഓൾറെഡി ഒരു ഗോൾഡ് ബാച്ച് ഫില്ലായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ വാട്ടർ അതോറിറ്റി യുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ആണ്. സോ നമുക്ക് ടൈം TV is equal to എന്താ നമ്മുടെ ഫോർമുല, CV into T/d² ആണ്. അപ്പൊ T is equal to എന്ത് വരും, TV d²/CV എന്ന് വരും. ദാറ്റ് ഇസ് ടൈം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരിടത്ത് സിംഗിൾ ഡ്രെയിനേജും achieve 90% consolidation is 20 years. Time required to achieve 90% consolidation of half the thickness. അതേ ക്ലേ ലെയറിന്റെ തിക്നെസ് ഹാഫ് ആയി കഴിഞ്ഞാൽ എത്രയാണ്? സോ നമുക്ക് h/2 the whole square എന്ന് വരും. That is നമുക്ക് 20 years ആണ്. 20/4, your answer will be 5 years. Option B 5 years ആണ് വരുന്നത്. Next question, the most reliable field test for determining the bearing capacity of soil for shallow foundation. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തൊട്ട് പഠിക്കുന്നതാണ് പ്ലേറ്റ് ബെയറിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ വൈബ്രോ കോമ്പാക്ഷൻ ഇസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ, ഏതാണ്, ക്ലീൻ സാച്ചുറേറ്റഡ് സാൻഡ് ആണ്. ഇതും ഈ ടൈപ്പ് ചോദ്യവും നോട്ട് ചെയ്തെന്ന് വെക്കുക. PWD ഓരോ ടൈപ്പ് ഓഫ് ലൈക്ക് വൈബ്രോ കോമ്പാക്ഷൻ ഓരോന്ന് മീൻ ഏത് ടൈപ്പ് ഓഫ് സോയിലാണ്. ഇതും റിപ്പീറ്റഡ്ലി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കി പഠിക്കാവുന്നതാണ്. അപ്പൊ അത് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് വെച്ചിട്ട് ഓർത്ത് വെക്കുക. 1 മാർക്ക് നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്നതാണ്. ദെൻ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഇസ് മെയിൻലി യൂസ് ഫോർ ദ ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ കർവ്സ് ആണ്. അതിൽ വാലി കർവ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ട്രാഫിക് ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. 37th ക്വസ്റ്റ്യൻ. നമുക്കത് ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്ത് 1500 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് 37th ക്വസ്റ്റ്യൻ വരിക. Okay, then 38th question, the train at 90 km/h requires equilibrium count of 100 mm and an actual count of 75 mm. Count efficiencies. സാധാരണ count efficiency ചെയ്ത് കണ്ടുപിടിക്കുക നമ്മൾ ചെയ്യുന്നത്. സ്പീഡ് തന്നിട്ട് GV²/127 ആറിട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് രണ്ടും ഡയറക്ട്ലി ഗിവൺ ആണ്. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 100/-75, that is 25. വേറെ ബ്രാഞ്ചുകാർക്ക് കൺവീനിയന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. Then the best, next question, the best shape for carrying sewages
നമുക്ക് egg shaped seaver ആണ്. Then airport site as mean sea level with ground level. The basic runway length is 2000 meter. Airport reference temperature is 45 degrees Celsius. Standard atmospheric temperature at MSL is 15 degrees Celsius. What is the actual runway length? അപ്പോൾ നമുക്ക് എയർപോർട്ടിന്റെ റെഫറൻസ് ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസും സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ 15 ഡിഗ്രിയാണ്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 45 മൈനസ് 50 ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഓരോ 1 ഡിഗ്രി സെൽഷ്യസിനും എത്ര കറക്ഷൻ എന്നുള്ളത് ഓർക്കുക. സോ വെൻ യു ഡു യു വിൽ ഗെറ്റ് ദ ആൻസർ as 40യുടെ ഓപ്ഷൻ സി വരും. കറക്റ്റ് 2600 വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് നമ്മുടെ മാരത്തോണിൽ. ഇഫ് ഇനിഷ്യൽ ഡിഒ ഓഫ് എ വേസ്റ്റ് സാമ്പിൾ ഇസ് 8 ആൻഡ് 5 milligram, ഫൈനൽ നമുക്ക് 5 ആണ്. 5 ml ഓഫ് വാട്ടർ സാമ്പിൾ വാസ് ടേക്കൺ ഇൻ ദ BOD ബോട്ടിൽ. BOD ബോട്ടിൽ നമ്മൾ 300 ആണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 8 minus 5 3 into 300/5 വരും ആൻസർ. So when you do, you will get the answer as 41C 180 milligram per liter varum. Then ratio friction factor and coefficient of friction used in general equation for determining head loss. നമുക്കറിയാം 4FLV square FLV square ആണ്. സോ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഫ്രിക്ഷൻ ഫാക്ടറും അതുപോലെ തന്നെ നമ്മുടെ കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും വരുമ്പോൾ ഇക്വേഷൻസ് പറയുന്ന ഒരു 4ന്റെ വ്യത്യാസമല്ലേ വരെ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ആസ് പെർ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കോഡ് പ്രകാരം തന്നെ പഠിച്ചു വെക്കണം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി 600 ആണ്. ദെൻ ദ മാക്സിമം വെലോസിറ്റി ഇൻ എ സർക്കുലർ സീവർ ഇസ് ഒബ്റ്റെയിൻ. ഇതും നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ മാരത്തോണിന് മുന്നേ നമ്മൾ ഗോൾഡ് ബാച്ചിൽ ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഡിസ്കസ് ചെയ്തതാണ്. 0.81 ടൈംസ് ഫുൾ ഡെപ്ത് ആണ്. ഞാൻ പറഞ്ഞു ഓപ്പൺ ചാനൽ ഫ്ലോയിൽ വരുന്നതാണ്, അതിൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.81 ടൈംസ് ഡി ആണ്. Okay, then the value of biochemical oxygen demand for safe drinking water. BOD പാടില്ല, DO ആയിരുന്ന ലിമിറ്റ് ഉണ്ടായിരുന്നു, BOD നില്ലാണ്. Then effluent coming from a septic tank are discharged into എവിടെയാണ്? sock pit ആണ്. ഓപ്ഷൻ ഡി. The process of removal of oil and grease from waste water is called as skimming ആണ്. അതിന് ഉപയോഗിക്കുന്ന ടാങ്ക് ആണ് skimming tank. Then if pH is 3 when compared to pH of 5 is more acidic by. എളുപ്പമാണ്, രണ്ടോടെ സബ്ട്രാക്ട് ചെയ്യാൻ 2 വരും, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 200. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Then the coagulant used in water treatment process when pH of water sample range from 4 to 7 is. നമുക്ക് ആൻസർ വരും ഓപ്ഷൻ എ, ക്ലോറിനേറ്റഡ് കോപ്പറാസ് ആണ്. ആ pH റേഞ്ച് പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും മാരത്തോണിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ത്രെഷോൾഡ് ഓർഡർ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ്. 12.5 ml of treated waste water requires 187.5 milliliter of odor free distilled water to reduce the odor to a level that is just perceptible. What is the threshold order number? Threshold order number ആണ് ചോദിച്ചിരിക്കുന്നത്. A plus B divided by A ആണ്. എയുടെ വാല്യൂ 12.5 ആണ്. 12.5 plus A 187.5 divided by 12.5, ആൻസർ 16 വരും. ഓപ്ഷൻ ബി. Then work done by the, ഇതും നമ്മുടെ ഒരു AE എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. The work done by the pump to lift 0.1 meter cube per second of water due to height of 10 meter is. Neglect frictional loss and other losses and assume unit weight of water as 10 kilonewton per meter cube. Rho G H ആണ് ആൻസർ വരിക. റോയുടെ വാല്യൂ ഇവിടെ എടുത്തിട്ടുണ്ട്, 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. G 9.8 എടുക്കുക. ദെൻ ഹൈറ്റ് നമുക്ക് ക്യൂ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി വരും, 10 kilowatt വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ തിയറട്ടിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് 30 milligram per liter ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഇതും നമ്മുടെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ 400 or 500 ഇട്ടാ ചെയ്ത. അപ്പൊ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോമുലയും അതിന്റെ ആ ഒരു അറ്റോമിക് വെയിറ്റും ഒക്കെ പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആസ് പെർ ദാറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 320 കിട്ടും. Okay, then according to the National Ambient Air Quality Standards in India for industrial areas, which of the following correctly matches a pollutant with its prescribed 24-hour average concentration limits? നമുക്ക് കറക്റ്റ്ലി മാച്ച് ചെയ്യുന്നത് അമോണിയ മാത്രമാണ്. 53D ആണ് കറക്റ്റ് ആൻസർ വരിക, 40 μg per meter cube. Okay, then next question, greenhouse effect primarily refers to the natural process where certain gases in the atmosphere trap heat radiated from the earth surface. ഒരു earth radiation ചില ഗ്യാസസ് ട്രാപ്പ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്.
Next question, match the following ആണ്. Dispersion pattern or plume behavior of pollutants emitted from a stack is determined by prevailing atmospheric stability. Match the plume type listed in column 1 with the correct atmospheric condition. അപ്പോൾ ഇത് ടൈപ്പ് ഓഫ് പ്ലൂംസ് നമുക്ക് പഠിക്കേണ്ടതാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. That is lofting plume result from a surface inversion with super adiabatic conditions above the stack, excellent dispersion with no sorry ground contact. Then 2 is 1 3 തന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. Next question, a new cement plant is being designed to meet stringent particulate emission standards. The primary dust source is a rotary kiln exhaust which contains high concentration of fine particles sorry in the range of 1 to 10 micrometer range at a temperature of 120 degrees Celsius. The plant requires a final control device with a collection efficiency greater than 99% and minimal secondary waste generation. Based on typical engineering criteria, collection efficiency, applicable particle size range, and operational constraints, which of the following air pollution control devices would be least suitable for the choice of this application? അപ്പോൾ ഏതാണ് ലീസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി സൈക്ലോൺ പ്രസിപിറ്റേറ്റർ ആണ്. Okay, then what is the approximate per capita generation rate of municipal solid waste in India? Answer വരെ ഓപ്ഷൻ സി 0.5 kilogram per day ആണ്. ഇത് നമ്മുടെ ഗോൾഡ് ബാച്ചിന്റെ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. 58th question, what does the C/N ratio refer to in the context of composting and what is its optimal range? Answer വരെ ഓപ്ഷൻ എ കാർബൺ നൈട്രജൻ റേഷ്യോ 30:1 ആണ്. Next question, what is the main objective of source reduction in solid waste management? എന്താണ് സോഴ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ദ ഒറിജിൻ. Okay, what is the role of state advisory body constituted under the solid waste management rules 2016? Answer is option B, advise state government on policy and implementation. State advisory body എന്തിനാണ് നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോൾ ആസ് പെർ ദ സേഫ്റ്റി ഗൈഡ് ലൈൻ 2021 ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, ലോങ് ലിവ്ഡ് വേസ്റ്റ് റെഫേഴ്സ് ടു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ സിഗ്നിഫിക്കന്റ് ലെവൽസ് ഓഫ് റേഡിയോ ന്യൂക്ലൈഡ്സ് വിത്ത് ഹാഫ് ലൈഫ്. എത്രയാണ് റേഡിയോ ഹാഫ് ലൈഫ് എത്ര വരെ? ഗ്രേറ്റർ ദാൻ 30 years ആണ്. ഓപ്ഷൻ ബി ആണ്. Next question, resin identification code 5 corresponds to which plastic resin type? Answer വരെ ഓപ്ഷൻ ബി polypropylene ആണ്. ഇത് പ്ലാസ്റ്റിക്സിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. Then which of the following statement is not true for the ambient air quality standards in respect of noise as per the noise pollution rules 2000? Daytime refers to 8 to 8 p.m, 9 to 6 a.m. Limit for noise in silent zone for daytime is 50 decibels. Limit for noise in silent zone for night time is 50 decibels. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരിക 63യുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോസ് ഫോർ ബ്ലീച്ചിങ് ഓഫ് കോറൽസ്. ഇൻക്രീസ്, ഇത് നമ്മുടെ വാട്ടർ പൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സ്പെൽഷൻ ഓഫ്. Okay, then next question, which of the following shared socio-economic pathways of assessment report 6 of IPCC represents a scenario middle of the road, medium challenges to mitigation and adaptation? So ഇത് നമ്മുടെ ലെജിസ്ലേഷനിൽ വരുന്നതാണ്, SSP2 ആണ് കേട്ടോ. Next question, which of the following statement is or are true? Kigali Amendment aims at phasing down chlorofluorocarbons. Montreal Protocol aimed to phase out substances that deplete ozone layer such as hydrofluorocarbons. Option C both A and B. Option D none of these ആണ്. Option D none of these ആണ് true ആയിട്ടുള്ളത്. Okay, then which of the following is or are true with the second commitment period of the Kyoto Protocol? Parties committed to reduce GHG emissions by at least 18% below 1990 levels. Parties committed to reduce GHG emissions by at least 5% below 1990 levels. Parties committed, answer വരിക 67, answer വരിക ഓപ്ഷൻ എ ആണ്, ബാക്കിയൊക്കെ തെറ്റാണ്. Okay, then in COP26 the participants joining global methane pledge agreed to take voluntary actions to contribute to a collective effort to reduce global methane emissions. At least 25% from 2020 levels by 2030, at least 25% from 2020 levels by 2050, 30% from 2020 by 2030. Answer വരിക
ഓപ്ഷൻ സി ആണ്. 30% from 2020 to 2030 ആണ്. The broad technical correspondence of which all standards are identified in the Annex B of ISO 14001 2004E. ആൻസർ ഒരു ഓപ്ഷൻ സി ആണ്, സോറി ബി ആണ്. 14001 2004 and ISO 9001 2000 ആണ്. Then dash in relation to any factory or premises means a person who has control over the affairs of the factory or the premises, and includes in relation to any substance the person in possession of the substance as per the Air Prevention and Control of Pollution Act 1987. Answer occupier ആണ് correct answer. Okay, then 71, if IGBC rating for a green home multi-dwelling resident unit is 68, identify the certification. ഇത് ഓപ്ഷൻ ഡി സിൽവർ ആണ് വരിക. നമുക്ക് എന്നാലും പ്രൊഫഷണൽ ആൻസർ കീക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. Then heat transfer fluids in solar energy systems in cold climate should possess which one of the following properties? Low freezing point and low viscosity ആണ്. Then in emission reduction unit is a trading unit under Kyoto Protocol emissions trading scheme is generated by which of the following Kyoto mechanisms or mechanism? Joint implementation, international emissions trading, clean development mechanism, both A and C. Answer ഒരു ഓപ്ഷൻ എ, joint implementation ആണ് correct answer. Then which of the following is a negative emission technology? Bioenergy with carbon capture and storage, direct air carbon capture and storage, both A and B, none of these. Answer option C, both A and B. Next question, the ratio of pollutant concentration in the plant parts to that in the media is known as accumulation factor. On option B, accumulation factor. Next question, choose the correct statement from the following. For a system at stable thermodynamic equilibrium, satisfy the criteria for mechanical, thermal and chemical equilibrium, there will be a transport of momentum and mass. All gradients, external or internal, are non-existent. Dou E by dou x is equal to 0, dou square by dou x square greater than 0. Dou E by dou x is equal to 0, dou square by dou x square less than 0. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഇസ് 1, 3 and 4. 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റ് ആൻസർ വരെ. Okay. Then in refrigeration and air conditioning, large volume of vapor and gas are pumped using option B, steam jet ejectors. Next question, match the following terms in column 1 with column 2. Joule-Thomson effect, work function, Gibbs free energy, triple point. A is equal to E minus Ts, F is equal to H minus Ts, H remains constant, degrees of freedom is 0. Answer നമുക്ക് വരിക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. Next question, consider the following statement regarding chemical potential. It is an intensive property. For a pure substance, it increases with temperature. It is expressed in joule per kg of the substance. It decreases when pressure increases. So answer is option A, 1 only. Correct answer at 1 only. Then unit of rate constant of an nth order reaction is. ഇതൊക്കെ പഠിച്ചതായിരിക്കും. ഓപ്ഷൻ ബി ആണ്, concentration raised to 1 minus n by time ആണ്. Then a liquid phase reaction PQR with rate constants K1, K2 respectively is conducted in a batch reactor. The time at which maximum concentration of Q can be obtained and the corresponding concentration of Q are respectively given by. Answer option A ആണ് കേട്ടോ. Next question, consider a reversible reaction. 2NH3 is equal, gives N2 plus 3H2. Select the correct answer about the reaction from the formula. The forward reaction is having elementary biomolecular reaction mechanism. Option B, reverse reaction is elementary. Principle of micro reversibility is applicable. The reaction is non-elementary. Answer vara option D, S only. Next question, an irreversible reaction A is the A gives R is carried out in a mixed flow reactor with a time of 2 minutes and initial concentration of A as 5 moles per liter. Then the concentration of A is now increased to 10 moles per liter. The new space time is. ഇതും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചായിരിക്കും. ഓപ്ഷൻ ബി 2 minutes ആണ് കറക്റ്റ് ആൻസർ വരിക. അക്കോർഡിംഗ് ടു വീസ് പ്രേറ്റർ ക്രൈറ്റീരിയ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വെൻ CWP ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ എ, നോ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എക്സസ് വിത്തിൻ ദ പെല്ലറ്റ്. Next question, the best reactor scheme for conducting an autocatalytic reaction is option B, PFR followed by MFR.
Then it is proposed to remove a solute from a gas by a counter current operation with a liquid solvent. This operation is then conducted by absorption with chemical reaction. For this reaction, A is equal to 0.8 mole per R meter cube Pascal. K1 is equal to A R inverse. H is equal to 30 Pascal meter cube per mole, where Kg and K1 is the gas and liquid film mass transfer coefficient respectively. H is the Henry's law constant. For this reaction, എന്താണ് correct statement എന്നുള്ളതാണ്. The major resistance is in the liquid film. Next question, the Borg gravity scale for liquids heavier than water is defined as. Option A ആണ്. The next question, match the following Cox chart during plot Andion equation. Okay, അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് 88th ക്വസ്റ്റ്യൻ. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. കെമിക്കൽ ആയതുകൊണ്ട് എനിക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. In a reaction, 50% of the reactant A fed is converted into a desired product R and undesired product S. 60% of A that converted gives R and the rest is S. The yield and selectivity are. Option B, yield is 30 and selectivity is 1.5. The slacking index of coal is a measure of clingering tendency of the ash, an indication of its size stability when stored exposed to weather, a measure of the heating value, a measure of the caking and caulking characteristics of the coal. Answer വരിക ഓപ്ഷൻ ബി ആണ്, indication of size stability when stored exposed to weather. Then 1000 kg of soap produced contains 40% moisture on a wet basis. Before it can be pressed into cakes for sale, the moisture should be reduced to 20%. How many 125 gram cakes can be pressed from the wet soap? നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ എ 6000 ആണ്. Then the calorific value of a fuel is same as heat combustion of a fuel, heat of formation of a fuel, negative of the heat of combustion, none of the above. ആൻസർ വരിക heat of combustion of a fuel ആണ്. Okay, then a binary distillation separates 100 kilomole per hour of feed containing 40 mole percentage benzene and 60 mole percentage toluene at 101.3 kilopascal. It is desired to produce a distillate containing 90 mole percentage benzene. For reflux ratio 4 is used. The amount of residue is. Answer same option D, 60 kilomole per hour ആണ് വരിക. Okay, next question, the standard heats of formation of HCl, NH3 and N6Cl are minus 92.31 kilojoule per mole, minus 46.19 kilojoule per mole and minus 314.43 kilojoule per mole respectively. The heat of reaction of the following reaction is. Answer വരെ ഓപ്ഷൻ ഡി ആണ്, minus 175.93 kilojoule per mole ആണ്. The 95th question, for a liquid fuel, the performance number is related to. Option C, the detonation tendency. Then match the following ആണ്, ultimate analysis, proximate analysis, Troughton's ratio, Cobb's rules. അപ്പോൾ നമുക്ക് Cobb's rule 96 ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്. Then 97, in paper industry, the moisture content of paper is measured by measuring temperature, thermal conductivity, pressure, electrical conductivity. Option D, electrical conductivity ആണ്. Dead zone of an instrument is a measure of the transportation lag, the time required by the instrument to detect the change, the largest change in variable that does not produce a change in the reading, same as time constant. Option C, largest change in variable that does not produce a change in the reading. Then 99th question, choose the right one. Pitot tube has negligible pressure loss. Moisture content is measured by using hydrometer. The losses in open channel is directly proportional to velocity. In manometer, the pressure at the bottom of the column depends upon the diameter of the tube. Answer വരിക ഓപ്ഷൻ എ ആണ്, Pitot tube has negligible pressure loss. The final question, match the following ആണ്. നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നമുക്ക് PCBA വളരെ ഷോർട്ട് നോട്ടീസിൽ എക്സാം വന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വേഗം വരുമെന്ന്. പക്ഷേ വാട്ടർ അതോറിറ്റി അങ്ങനെയല്ല. നമുക്ക് ഇനി ആണെങ്കിലും ഒരു 7 months നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ 7 months സിൻസിയർ ആയിട്ട് മെക്കാനിക്കലും കെമിക്കൽ പോർഷൻസ് സിവിലുകാർ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കെമിക്കൽ പോർഷൻസ് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ മെക്കാനിക്കൽ ആൻഡ് സിവിൽ പോർഷൻസ് പഠിക്കുകയാണെങ്കിൽ ആൻഡ് റിവേഴ്സ് ഫോർ ദ മെക്കാനിക്കൽ സ്റ്റുഡൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി എക്സാമും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എൻട്രിയിൽ വാട്ടർ അതോറിറ്റി എക്സ്ക്ലൂസീവ് ബാച്ചസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം വേറെ ബ്രാഞ്ച് തന്നെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ കീഴിൽ പഠിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്ലാസ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ്.